ഇന്ത്യയുടെ പാകിസ്ഥാനുമായുള്ള ബന്ധം വല്ലാത്ത രൂപത്തിൽ വഷളായിട്ടുണ്ട്. നമ്മുടെ കുറേ ജീവനുകൾ പഹൽഗാമിൽ കൊല്ലപ്പെട്ടത് പാകിസ്ഥാന്റെ ഇടപെടൽ മൂലമാണ് എന്നാണ് നമ്മുടെ സർക്കാരിന്റെ കണ്ടെത്തൽ. ആവാൻ സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാൻ വലിയ തോതിൽ, അവരുടെ ഗവൺമെന്റ് അറിഞ്ഞിട്ടും അറിയാതെ ഒന്നും എനിക്കറിയില്ല, വലിയ തോതിൽ ഭീകരവാദികളുടെ ഒരു താവളമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ, പ്രത്യേകിച്ചും കാശ്മീരിൽ, അവിടെ കാശ്മീർ ഒന്ന് വേറൊരർത്ഥത്തിൽ, അതിന് ജനാധിപത്യമൊക്കെ പറയുമ്പോൾ പോലും കാശ്മീരിൽ വലിയ തോതിൽ സാമ്പത്തിക വളർച്ച ഉണ്ടായി വന്നൊരു കാലമാണ്. ടൂറിസ്റ്റുകൾ വീണ്ടും കാശ്മീരിലേക്ക് കൂട്ടം കൂട്ടമായി വന്നൊരു സമയമാണ്. വീണ്ടും കാശ്മീർ നെഹ്റുവിൻ്റെ ഭാഷയിൽ ഇന്ത്യയുടെ സ്വർഗമാണ്, ലോകത്തിലെ സ്വർഗമാണ് എന്ന് പറയാവുന്ന ഇടമാണ്. ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വന്ന ഒരു ഘട്ടത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്. തീർച്ചയായും മനുഷ്യരെ നേരിട്ട് വെടിവെച്ച് കൊല്ലുന്ന ഇതൊരു തീവ്രവാദ ആക്രമണമാണോ എന്ന് പോലും ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതൊരു തരം തീവ്രവാദികൾക്ക് പോലും നാണം വരുന്ന ഒരു ഇടപാടാണ്. നിസ്സഹായരായ മനുഷ്യരെ അവരുടെ മക്കളുടെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ വെച്ച് വെടിവെച്ച് കൊല്ലുക തെറ്റായൊരു കാര്യമാണ്. ഞാനതിനെ വർഗീയമായിട്ടൊന്നും കാണുന്നില്ല. കാരണം ഈ നാശം, ഇതെന്തെങ്കിലും സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ നാശം ഉണ്ടാകാൻ പോകുന്ന ആർക്കാണ്? നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക്, രാമചന്ദ്രനെ പോലെയുള്ള ആളുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വലിയ നഷ്ടമുണ്ട്, സമ്മതിച്ചു. പക്ഷേ ദീർഘകാല നഷ്ടം ഉണ്ടാകാൻ പോകുന്ന ആർക്കാണ്? കാശ്മീരികൾക്കാണ്. കാശ്മീരിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സഹോദരന്മാർക്കാണ്. കാരണം അവരുടെ ജീവിതം ഈ ടൂറിസത്തിലാണ്. ടൂറിസം വരുമാനം കൊണ്ടാണ് അവിടെ അത്യാവശ്യം കഞ്ഞി കുടിക്കുന്നത്. അതില്ലാതാവുകയാണ്. അത് ഒരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. കാശ്മീർ സമാധാനപരമായിരിക്കണം എന്നത് ഇന്ത്യയുടെ, ലോകത്തിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. ആ സമാധാനം തകർക്കലാണ് പാകിസ്ഥാൻ ചെയ്തത്, ഒരു സംശയമില്ല. അതിന് കൃത്യമായ മറുപടി കൊടുക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ അത് ആയുധ രൂപത്തിൽ വേണോ എന്നതാണ് ചോദ്യം. അതിന് കാരണം, ലോകത്തുനിന്ന് യുദ്ധം, ഉക്രൈൻ യുദ്ധം നടക്കുന്നു, ഇസ്രായേലിൽ യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ ആക്രമണം നടക്കുന്നു, അതിനിടയ്ക്ക് ലെബനനിൽ വേറെ നടക്കുന്നു. ഇതൊക്കെ മനുഷ്യൻ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? മാനവരാശി ഇന്ന് വലിയ തോതിലുള്ള അപകടത്തിലാണ്. കാരണം യുദ്ധം അല്ലാതെ തന്നെ മനുഷ്യന്റെ ജീവിതം കഷ്ടകാലം, ആഗോളതാപനവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ അടക്കം. ഇപ്പോൾ ഒരുപാട് വർഗീയ വംശീയ സംഘർഷങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഈ വംശീയ സംഘർഷങ്ങൾ, വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കി ഉള്ള സമ്പത്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ഒരു യുദ്ധമുണ്ടായാൽ ഏത് വലിയ രാജ്യത്തിനായാലും വലിയ തോതിലുള്ള നഷ്ടമുണ്ടാകും. ഇറാഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലുള്ള നിരവധി സിനിമകളും കഥകളും ഉണ്ട്. എത്രയോ അമേരിക്കക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഓരോരുത്തരും വാർ വെറ്ററൻസ് എന്ന് പറഞ്ഞാൽ അവരങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം അത്ര അനിവാര്യമാണെങ്കിൽ മാത്രം വരേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടോ? ഇപ്പോൾ വെള്ളം, സിന്ധു ജലകരാറൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നയതന്ത്ര പ്രശ്നമാണ്. നയതന്ത്രപരമായി ഇത് പരിഹരിക്കണം. ആയുധത്തിലൂടെ പരിഹരിക്കാൻ പറ്റില്ല. മാത്രമല്ല, തലയ്ക്ക് വെളിവില്ലാത്ത, ജനാധിപത്യമില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവരുടെ ആണവായുധമുണ്ട്, മിസൈലുണ്ട്. എന്തെങ്കിലും അവിടുത്തെ ഏകാധിപതിക്ക് എന്തെങ്കിലും ദുർബുദ്ധി തോന്നിയാൽ അത് ലോകത്തിൽ വലിയ ദുരന്തത്തിലേക്ക് നയിക്കും. അവരുടെ ആളുകൾ നിശ്ചയോട്ടെ. അവിടുത്തെ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ 1,00,000 ആളുകൾ കൊല്ലപ്പെട്ടാൽ അയാൾക്ക് എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. പക്ഷേ പകരം 50,000 ആളെ ഇന്ത്യയുടെ നഷ്ടപ്പെട്ടുള്ളൂ നമ്മൾ ജയിച്ചു എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് 50,000 ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ വളരെ പ്രധാനമാണ്. ഒരാളുടെ ജീവൻ പോലും പ്രധാനമാണ്. അതുകൊണ്ട് യുദ്ധം പരമാവധി ഒഴിവാക്കുക തന്നെ വേണം. നയതന്ത്രപരമായ മാർഗങ്ങളിലൂടെ പാകിസ്ഥാനെ നേർവഴിയിൽ കൊണ്ടുവരണം. അതിന് ഉള്ള ശ്രമങ്ങൾ വേണം. മാത്രമല്ല, സാമ്പത്തികമായി യുദ്ധം എന്തെല്ലാം ദുരന്തം ഉണ്ടാക്കും. ഏത് രാജ്യവും യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ അവരുടെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം യുദ്ധത്തിനായും ആയുധങ്ങൾക്കായി നീക്കി വെക്കേണ്ടി വരും. ഇപ്പൊ തന്നെ 60,000 കോടി രൂപയുടെ റഫായൽ വിമാനം വാങ്ങാൻ പോകുന്നു എന്നാണ്. റഫായൽ നമുക്ക് ഒരുപാട് ഓർമ്മയുള്ളതാണ്. പല പരാതികളും പല പ്രശ്നങ്ങളും ഉണ്ടായതാണ്. അപ്പോൾ യുദ്ധം ഒരു കാരണവശാലും നമുക്ക് ഉണ്ടായിക്കൂടാ. ഇനി ഇന്ത്യക്ക് റഫായൽ തന്നാൽ അതേ ആളുകൾ തന്നെ വേറൊരുക്ക് പാകിസ്ഥാന് റഫായൽ കൊടുക്കും. അത്രേ ഉള്ളൂ. അപ്പൊ യുദ്ധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട് ഇന്ത്യക്ക് പുറത്ത്. അവരല്ല നമ്മുടെ മാതൃക. യുദ്ധം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ പാകിസ്ഥാന് സ്വല്പം നല്ല ബുദ്ധി തോന്നാൻ കഴിയുന്ന ഒരു പ്രസ്താവന മുൻ പ്രധാനമന്ത്രി നവാസ് ഷെറീഫിന്റെ ആയിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയാണല്ലോ ഇപ്പോഴത്തെ ഭരണകർത്താവ്. അദ്ദേഹത്തോട് പറഞ്ഞത് ഇന്ത്യയുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടണം, നയതന്ത്ര തലത്തിൽ ചർച്ച ചെയ്ത പ്രശ്നങ്ങൾ പരിഹരിക്കണം. പക്ഷെ അത് പരിഹരിക്കണമെന്ന് പറയുമ്പോൾ അതായത് സ്വീകരിക്കുമെന്നുള്ള രണ്ടാമത്തെ കാര്യം, ഇന്ത്യ
ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ശ്രമിക്കേണ്ടത് നയതന്ത്രപരമായ പരിഹാരങ്ങൾക്കാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ്, അത് നമ്മൾ ഓർക്കണം. നോൺ വയലൻസ് ആണ് ലോകത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനം. ഹിംസയിലൂടെ ലോകം ഒരിക്കലും നിലനിൽക്കില്ല, നാശമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് നല്ല ബുദ്ധി തോന്നട്ടെ. ഇന്ത്യ അതിൻ്റെ ഏറ്റവും ശക്തമായ പൊസിഷനിലാണ്. ഇപ്പോൾ ഒരു യുദ്ധം വന്നാൽ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ തകർച്ച വന്നാൽ ഇപ്പോഴുള്ള നേട്ടങ്ങൾ പോലും ഇല്ലാതായി പോകും. അതുകൊണ്ട് ഇന്ത്യയും പരമാവധി നയതന്ത്രപരമായ മാർഗത്തിലൂടെ വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം. പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിലേക്ക് ഒരു തീവ്രവാദിയെ ഇനിയും അയക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടതൊക്കെയുണ്ട്. നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. കാരണം ആയുധത്തോടെ തീവ്രവാദികൾ ഇന്ത്യൻ ബോർഡർ കിടന്ന് വന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെ അവർ വന്നു? മുമ്പ് പുൽവാമയിലെ പ്രശ്നമുണ്ടായപ്പോഴും ഇതേ ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. എങ്ങനെയാണ് ഇന്ത്യൻ റോഡിലൂടെ പോകുന്ന ഒരു വാഹനത്തിലേക്ക് പുറത്തുനിന്നൊരു ആക്രമണം വരുന്നത്? ആരാണ് ആക്രമിച്ചത്? ഇതിന് ക്ലാരിറ്റി വേണം. ജനങ്ങളുടെ ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടാക്കാൻ കേവലമായ മുദ്രാവാക്യങ്ങളല്ല ഇതിനു വേണ്ടത്, ശാശ്വതമായ പരിഹാരങ്ങളാണ്. കേവല മുദ്രാവാക്യം ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും തോൽക്കാനും ഒക്കെ സഹായകമാക്കാം. പക്ഷേ ശാശ്വതമായി തലമുറകൾക്ക് സഹായകമാവുന്ന തരത്തിലുള്ള തീരുമാനം ഈ വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാവണം. അത് ജനങ്ങളുടെ ആവശ്യമാണ്. സമാധാനപ്രിയരായ മുഴുവൻ മനുഷ്യരുടെയും, സ്ത്രീകളുടെയും, കുട്ടികളുടെയും ഒക്കെ ആവശ്യമാണ്. അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ ഭരണാധികാരി സ്ട്രോങ് ആണെങ്കിൽ, ഗാന്ധി പറഞ്ഞതുപോലെ ഞാൻ ശക്തനാണെങ്കിൽ മാത്രമേ എനിക്ക് അഹിംസ പറയാൻ പറ്റൂ. ദുർബലന് ഹിംസയാണ് പറയുക. അതുകൊണ്ട് രാഷ്ട്രപിതാവിൻ്റെ വാക്യം ഇന്ത്യൻ ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്നു.